സഹോദരങ്ങളെ, മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ നിനക്കുള്ള ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. അല്ലാഹുവേ, ഞാനും നിങ്ങളും അങ്ങ് മരിച്ചുപോയി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്നെന്റെ പേര് സിറാജ് എന്നാണ്. ഇന്നെന്നെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷണങ്ങൾ ഇവിടെ പറയുമ്പോൾ ഞാനെങ്ങാണം മരിച്ചുപോയാ ഇന്ന് പലരും ഡേറ്റ് പേടിക്കാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. സിറാജ് ഉസ്താദിന്റെ വീട് എവിടെയാണ്? പക്ഷേ ഞാനെങ്ങാണം മരിച്ചുപോയാ പടച്ചവനെ, സിറാജിന്റെ വീട് ഏതാണെന്നല്ല ചോദിക്കുന്നത്, മരണ വീട് എവിടെയാണ്? എന്റെ പേരെവിടെ കഴിഞ്ഞല്ലോ. അല്ലാഹുവേ പടച്ചവനെ, നമ്മളെല്ലാവരും സ്വന്തമായിട്ട് കുളിക്കുന്നവരാ. എങ്കിലും ഒരു ദിവസം നമ്മുടെ കുടുംബക്കാര് കുളിപ്പിക്കുകയാണ്. എല്ലാവരും കൂടെ മനോഹരമായി ഉമ്മ തന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി പടച്ചവനെ എന്നെയും നിങ്ങളെയും കുടുംബക്കാര് കൂട്ടുകാരും എല്ലാവരും കുളിപ്പിക്കുകയാണ്. എന്നിട്ടതാ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവച്ചു 3 കഷ്ടം വെള്ള തുണി എടുക്കുകയാ. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ഒരു മോഡലുമില്ലാത്ത, ഒരു കരയുമില്ലാത്ത 3 കഷ്ടം വെള്ള തുണി എടുത്തിട്ട് വിരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് എന്നെയും നിങ്ങളെയും പിടിച്ച് കിടത്തിയിട്ട് അതാ പടച്ചവനെ അവിടെന്ന് വിളിച്ചു പറയുകയാ, കാണണ്ടവർ കണ്ടോ പുതിയാ പോകുകയാ, ജനാസ പുതിയാ പോകുകയാ, കാണണ്ടവർ മുഴുവനും കണ്ടോ. അല്ലാഹുവേ, വല്ലാത്ത തിരക്കാണ്. അവസാനം കാണണ്ടവർ മുഴുവനും കണ്ടതിന് ശേഷം മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞു കയറ്റി വെച്ചിട്ട് അവസാനം എന്റെയും നിങ്ങളുടെയും ജനാസ എവിടെ നിന്ന് പുതിയുകയാ. അവിടെ നിന്ന് മയ്യത്ത് പുതിഞ്ഞു കഴിഞ്ഞു. അതാ പടച്ചവനെ, മയ്യത്ത് കെട്ടിനകത്ത് വെച്ചിരിക്കുന്ന സ്ട്രെച്ചറിന്റെ അകത്തേക്ക് എന്റെയും നിങ്ങളുടെയും ജനാസ എങ്ങോട്ടെടുത്ത് വെക്കുകയാണ്. അത് ചുമലിലേക്ക് ഉയരുമ്പോ അല്ലാഹുവേ, മഹാനായ തഴവ ഉസ്താദ് പറയുകയാണ്, ആ ജനാസ തോളിന്റെ മുകളിലേക്ക് ഉയരുമ്പോ മയ്യത്തു കട്ടിൽ തോളിലേക്ക് ഉയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കുന്നേ. ജനാസ എവിടെ നിന്നും ഉയർത്തി കഴിയുമ്പോ അതാ വീടിന്റെ അകത്തിരുന്ന് വല്ലാത്ത കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവേ, അതാ ശമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ, കാണലം ആ പൊന്നെ. ഉമ്മ ചോദിക്കുന്നു, മോനെ പോകുകയാണോ? വാപ്പ ചോദിക്കുകയാ, എന്നെക്കാരും മുമ്പേ പോയല്ലോടാ, ഇനി എന്നാടാ മോനെ നിന്നെ ഞാനൊന്ന് കാണുന്നത്? ഉമ്മ കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, കൂടപ്പറപ്പുകൾ സഹോദരിമാരും നെഞ്ചുപൊട്ടികെട്ട് കരയുന്ന രംഗവാ. ഭാര്യ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട്. കൂടപ്പറപ്പുകൾ കണ്ണിലൂടെ കണ്ടടങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാ. ആ സമയമുണ്ടല്ലോ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വാപ്പാ, എന്റെ ഉപ്പാല എവിടെ കൊണ്ടുപോവുകയാണ്? ഉപ്പാവും എഴുന്നേക്ക് വാപ്പാ, എന്നോടൊന്ന് കളിച്ച് ചിരിക്കു വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അരിമക്കിടാങ്ങളായ നമ്മുടെ മക്കളുണ്ടല്ലോ, വീടിന്റെ അകത്ത് കിടന്ന് വിളിച്ചു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മിണ്ടാതെ ഒരു ദിവസം സിറാജ് കിടക്കേണ്ടവരാ, ഞാനും നിങ്ങളും കിടക്കേണ്ടവരാ. പടച്ചവനെ, ആ ജനാസ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിന്റെ പെറ്റ തള്ള നിന്നെ കൈയൊടിഞ്ഞു മോനെ, ഭാര്യ കൈയൊടിഞ്ഞു, സഹോദരിമാര് കൈയൊടിഞ്ഞു. അവസാനം നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ നിന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന 6 അടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ, അല്ലാഹുവേ,
ഒരു മോഡലുമില്ല ചെറുപ്പക്കാരാ. എടാ ഒരു മോഡലുമില്ല, ഒരു ഫാഷനുമില്ല, എല്ലാവർക്കും ഒരേ ഒരു കുഴിയാടാ മോനെ. ഒരേ അളവ് നീള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ കബറിന്റെ അകത്തേക്ക് നിന്നെ അങ്ങ് ഇറക്കി വെക്കുകയാ. കബറിന്റെ അകത്ത് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു, മോനെവിടെ? വാപ്പാന്റെ കബളിന്റെ താഴെ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി തരുമോ? അല്ലാഹുവേ, പലകയെടുത്ത് നിരത്തി കഴിഞ്ഞു. പിന്നെ വാസിയാട് എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്കാട്ടിന് മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരി ഇടുന്നത് കണ്ടാ പടച്ചവനെ വല്ലാത്ത അത്ഭുതം തോന്നുകയാ. വാരി എറിയുകയാണ്, വാരി എറിയുകയാണ്. പക്ഷേ ചെറുപ്പക്കാരാ, ആ മണ്ണ് വാരി ഇടുന്നതിൽ പഠിക്കാൻ ഒരു ഗുണപാഠമുണ്ട്. അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ടടാ. അത് മണ്ണ് വാരി ഇടുമ്പോ പറയേണ്ട ദുആയുണ്ടടാ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുന്നതല്ലേ. അവസാനം അവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അവസാന കബറ് മനോഹരമാക്കുകയാണ്. പടച്ചവനെ, മണ്ണൊക്കെ നല്ല നിലയിലിടുകയാണ്. എന്നിട്ട് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്ന അതാ ചെടികളിൽ നിന്ന്, അവിടെ നിൽക്കുന്ന ചെടികളിൽ നിന്നൊരു കമ്പൊടിച്ചിട്ട് അതുപോലെ സ്വന്തമായിട്ട് കൊണ്ടുപോകാനില്ല. അതുപോലും സ്വന്തമായിട്ട് വല്ലവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്നത്. ചിന്തിക്കണം ചെറുപ്പക്കാരാ, ചിന്തിക്കണം ചെറുപ്പക്കാരാ. അടുത്തവന്റെ കബറിന്റെ മുകളില്, എന്റെ വാപ്പയുടെ കബറിന്റെ മുകളിൽ ഞാൻ നട്ടുവച്ചിരിക്കുന്ന തൈ ഒടിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ടേ? എന്റെ അനുവാദം വേണ്ടേ? സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും കബറിന്റെ അകത്തിറക്കി വെച്ച് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിന്ന് അവൻ നട്ടു വളർത്തുന്ന ചെടി ഒടിച്ചിട്ട് ഉപ്പാന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ഉമ്മയുടെ നെഞ്ചത്ത് വെച്ചിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ, അവിടുന്ന് ഒരു ടാറ്റ കൊടുക്കുകയാ. അവിടുന്ന് സലാം പറഞ്ഞിട്ട് എല്ലാവരും പിരിയുകയാണ്, എല്ലാവരും പിരിയുകയാണ്. പള്ളിക്കാട്ടിൽ ആറടി മണ്ണിന്റെ അകത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് സ്വന്തം ഉപ്പയുടെ കബറിന്റെ ചാരത്ത് ഒരു 5 മിനിറ്റ് പോലും നിൽക്കാൻ മക്കൾക്ക് സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? കബറടക്കിയിട്ട് നീ പെട്ടെന്ന് ഓടല്ലേ. വാപ്പയുടെയും ഉമ്മയുടെയും ജനാസ ഇറക്കി വെച്ചിട്ട്, മാതാപിതാക്കളുടെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട്, എടാ പോകേണ്ടവരൊക്കെ പോകട്ടെ, നീ ഒരു 40 ആയത്തോതുന്ന സമയം ഒരു 5 മിനിറ്റെങ്കിലും ആ കബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വെറുതെയല്ലടാ നിൽക്കാൻ പറഞ്ഞത്, ആ നിൽക്കുന്നതിലൊരു കാരണമുണ്ട്. മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനറിയാ ഓരോ മനുഷ്യനും പോകുന്നത്. എന്റെ ആത്മാർത്ഥ സുഹൃത്ത് പോയല്ലോ, എന്റെ കൂടപ്പിറപ്പ് പോയല്ലോ, എന്റെ കൂട്ടുകാര് പോയല്ലോ, എന്റെ സഹോദരങ്ങള് പോയല്ലോ. സ്വന്തം മക്കളാണ് ഒന്നാമത് ഓടുന്നത്. വാപ്പയെ കബറടക്കിയിട്ട് മക്കൾ ഇങ്ങനെ ഓടുമ്പോ കബറിന്റെ അകത്ത് കിടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു, അല്ലാ, എന്റെ മോൻ എന്നെ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ അല്ലാ, ഇത്രയും പെട്ടെന്ന് എന്റെ പൊന്നുമോൻ എന്നെ അങ്ങ് മറന്നുപോയോ അല്ലാ. മോനെ കബറിന്റെ ചാരത്ത് നിന്ന ഉമ്മ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? ആര് പോയാലെന്താ, ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല, എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ, എന്റെ പൊന്നാര മകൻ പോയില്ലല്ലോ. കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനൊരു ധൈര്യം കിട്ടുമെന്ന, ആ മനുഷ്യനൊരു സമാധാനം കിട്ടുമെന്ന